ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടു എന്ന വാർത്ത വരികയാണ്. ഈ കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾ കത്തിച്ചു കളയുമെന്ന് റവല്യൂഷണറി ഗാർഡിൻ്റെ മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഹോർമൂസിൻ്റെ അപ്ഡേറ്റുമായി നമുക്കൊപ്പം ദിലീപ് കുമാർ ചേരുന്നു. ദിലീപ്, ശരിക്കും ഏറ്റവും നമ്മൾ ഭയപ്പെട്ട കാര്യമാണ് ഈ ഹോർമൂസ് കടലിടുക്ക് അവർ അടച്ചിടും എന്ന കാര്യം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഒഴുക്കിൻ്റെ ചാനലാണ് അവർ അടച്ചിടാൻ തീരുമാനിച്ചത്. പറയൂ. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പലുകൾ കടന്നു പോകുന്നത് അത് തടയുകയാണെങ്കിൽ വലിയ പ്രത്യാഘാതം ലോക സമ്പദ് വ്യവസ്ഥയിൽ തന്നെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകം വളരെ ആശങ്കയോടുകൂടിയാണ് കണ്ടിരുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴാണ് വരുന്നതെങ്കിലും കഴിഞ്ഞ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആ ഹോർമൂസ് കടലിടുക്ക് ഏതാണ്ട് നിശ്ചലമായിരുന്നു. അതുവഴിയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച നിലയിലായിരുന്നു. ഈ കപ്പലുകളൊക്കെ ഹോർമൂസ് കടലിടുക്കിൻ്റെ ഇരുവശങ്ങളിലുമായി എത്തി നങ്കൂരമിട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. ഈ സംഘർഷ മേഖലയിലൂടെ കടന്നു പോകാൻ കപ്പൽ കമ്പനികൾ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കടലിടുക്ക് വഴിയുള്ള വ്യാപാരം കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇറാന്റെ ഇസ്ലാമിക് ഗാർഡ് കോർപ്സ് ഇപ്പോൾ പറയുന്നത് ഇതുവഴി ആരെങ്കിലും കടന്നു പോകാൻ തുനിയുകയാണെങ്കിൽ, ഏതെങ്കിലും കപ്പലുകൾ കടന്നു പോകാൻ തുനിയുകയാണെങ്കിൽ അതിനെ കത്തിക്കും എന്നാണ് ഇപ്പോൾ ഇറാൻ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. ഈ ഇന്ത്യ 90% ഇന്ത്യക്ക് വേണ്ട എണ്ണ ഇറക്കുമതി ചെയ്യുകയാണ്, അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുകയാണ്. അതിൽ ഏതാണ്ട് 60% വരുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് അത് എണ്ണ സംഭരണം, വിതരണം, ഇതൊക്കെ വലിയ തോതിലുള്ള, അതുപോലെ സംസ്കരണം, ഇതൊക്കെ വലിയ തോതിൽ പ്രതിസന്ധിയിലേക്കാകും എന്ന കാര്യത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്. നേരത്തെ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ അത് ഇന്ത്യ ഏതാണ്ട് നിർത്തിയ മട്ടായിരുന്നു. അത് പുനരാരംഭിക്കുന്നതിനുള്ള ശ്രമം ഇപ്പോൾ തുടങ്ങിയതായി ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും ഈ ഹോർമൂസ് കടലിടുക്ക് വഴി, അത് മാത്രമല്ല ഈ ദ്രവീകൃത പ്രകൃതിവാതകം ഇന്ത്യയിലേക്ക് എത്തുന്നതും, ഖത്തറാണ് ഇന്ത്യക്ക് പ്രധാനമായും ഈ LNG സപ്ലൈ ചെയ്യുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രം. അതും കടന്നു വരുന്നത് ഏതാണ്ട് 50% വരുന്നതും ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയായിരുന്നു. അത് അവിടെ ഇങ്ങനെ ഈ നിലയിലുള്ള ഇറാന്റെ ഈ കടുംപിടുത്തം തുടരുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് ഇന്ത്യയെ മാത്രമല്ല മറ്റ് ലോകരാജ്യങ്ങളെയും അത് വലിയ പ്രതിസന്ധിയിലാക്കും എന്ന കാര്യം. ദിലീപ് കുമാറാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നമുക്കൊപ്പം ചേർന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.